ഡ്രോണിലും കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ഡ്രോൺ നോക്കുന്ന സമയത്ത് കടുവയെ കണ്ടിട്ടുണ്ടോ? ഇപ്പം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവിടെയുള്ള ഒരു സാധാരണ കർഷകൻ അരമണിക്കൂർ മുമ്പ് കടുവയെ ഈ തോട്ടത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ ലൊക്കേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം നിസ്സംശയം. പക്ഷേ അരമണിക്കൂറിന് മുമ്പ് കണ്ടാൽ സാവധാനമാണ് നടന്നു പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് വേഗത്തിലോടാൻ അതിന് കഴിവില്ലെന്നും തോന്നുന്നു. കുറച്ച് അവശതയുള്ള കടുവയാണ് അല്ലേ? അതെ അരുൺ, അതായത് ഇത് ഒരു ആരോഗ്യപരമായി അവശതയുള്ള കടുവയാണിതെന്നാണ് വനംവകുപ്പിൻ്റെ സ്ഥിരീകരണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഈ ആടുകളെയും പശുക്കളെയും ഒക്കെ ആക്രമിക്കുന്നതും ആടുകളെ മാത്രം തെരഞ്ഞു പിടിക്കുന്നതും. അതായത് കാട്ടിൽ ഇര തേടി മൃഗങ്ങളെ പിടികൂടാൻ ശേഷി നഷ്ടപ്പെട്ട ഒരു കടുവ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കൂട്ടിൽ, അതായത് തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങളെ പിടികൂടാനായി എത്തുന്നത് എന്നാണ് വനംവകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം. നേരത്തെ നമ്മൾ കണ്ടതാണ്, മുൻപൊക്കെ വയനാട്ടിൽ നിന്ന് പിടികൂടിയ കടുവകളൊക്കെ ഇതുപോലെ പശുവിനെയോ ആടിനെയോ പിടിക്കുന്ന കടുവകൾ പിടികൂടി കഴിയുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ കടുവയ്ക്ക് പല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ പിൻകാലിന് ചെറിയ പരിക്കുണ്ടാകും. അത്തരത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കടുവകളാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകൾ ഇറങ്ങുന്നത് എന്നുള്ളത് കുറേ കാലമായി തന്നെ വനംവകുപ്പിന് മുന്നിലുള്ള ഒരു കാര്യമാണ്. ഏതായാലും വനംവകുപ്പ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക്, ആ കടുവയെ കണ്ട സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്ത് ആ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്താനായി പോകുന്നുണ്ട്. അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഇവിടെ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ കൃഷിയിടത്തിന് മുകളിലൂടെ ഓരോ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് ഈ മയക്കുപിടി സംഘവും ആറാട്ടി ടീമും പോയ ആ ദിശയിലേക്ക് കൃത്യമായി മുൻപിലേക്ക് ഇവർ പോകുന്നതിന് മുൻപ് തന്നെ ആ ഭാഗത്തേക്ക് കടുവയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി ഈ മയക്കുപിടി സംഘത്തെ അറിയിപ്പ് നൽകി കൊടുക്കുന്നുണ്ട്. അത് ഈ ഡ്രോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. മയക്കുപിടി സംഘവുമായി കൃത്യമായി ആശയവിനിമയം നടത്തി കടുവയെ ഇവർ പോകുന്ന പ്രദേശത്തിന് മുൻഭാഗത്തേക്ക് ഈ ശിഖരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഈ കടുവയെ ആ ശിഖരങ്ങൾക്കിടയിലൂടെയാണല്ലോ കടുവ പോവുക. അപ്പോൾ അത് തുറസായ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഡ്രോണിൻ്റെ ദൃശ്യത്തിലും പെടുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ ഇടതൂർന്ന മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ ദീപക്? അതെ കുമാർ, ഇടതൂർന്ന മരങ്ങളൊക്കെയുള്ള ഒരു കൃഷിയിടം മേഖലയാണ്. മാത്രമല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുകളിലൂടെ ഡ്രോൺ പറത്തിയാൽ തന്നെ താഴെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ദൃശ്യമാകണമെന്നില്ല. പക്ഷേ വനംവകുപ്പ് ഇവിടെ നിന്ന് ഈ നേരത്തെ പ്രദേശവാസി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കാണിച്ചു തന്ന ദിശയിലേക്ക് കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധിച്ച് മുൻപോട്ട് പോകുന്നുണ്ട്. അതനുസരിച്ച് അതിന് മുകളിലൂടെ ഡ്രോൺ പറത്തി ഇവർ പോകുന്നതിന് ഏകദേശം ഒരു 50 മുതൽ 100 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ ഡ്രോൺ മുകളിലൂടെ പറന്ന് മുൻപിലായി ഇവർ പോകുന്ന ദിശയിലായി കടുവയുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി ഇവരെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകളിലൂടെ ഡ്രോൺ പറത്തുമ്പോൾ താഴെ കടുവയുണ്ടെങ്കിൽ അത് ദൃശ്യമാകണമെന്നില്ല. പക്ഷേ ഒരു മുൻകരുതൽ എന്നോണം ഒരു പക്ഷേ ഈ ഡ്രോണിൽ കുടുങ്ങുകയാണെങ്കിൽ അത് മയക്കുവെടി സംഘത്തെ എളുപ്പത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവർ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ചപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ കൃഷിയിടത്തിൽ വനംവകുപ്പ് അവിടെ അവർ ഊർജിതമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മയക്കുവെടി സംഘം ആണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അരുൺ, ഓക്കെ, നമുക്ക് ആ ദൃശ്യങ്ങൾ എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂർ മുമ്പ് കടുവ ആ ഭാഗത്തുകൂടി നടന്നു പോകുന്നതായി അവിടെയുള്ള ആൾ കണ്ടെത്തി. ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ ഡ്രോണിൽ? പ്രേക്ഷകർ കാണുന്നത് ഡ്രോണിലൂടെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. RRT സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ദീപക് മോഹനും സംഘവും അവിടെയുണ്ട്. RRT സംഘമുണ്ട്. അവർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയാണ്. അല്പസമയം മുമ്പ് കടുവയെ ഈ തോട്ടത്തിനുള്ളിൽ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദീപക്, ഡ്രോണിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ ഡ്രോണിൽ? അരുൺകുമാർ, നിലവിൽ ഡ്രോണിൽ ഒരു കടുവ ഉള്ള സ്ഥലത്തെപ്പറ്റി കൃത്യമായൊരു സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ ഈ മയക്കുവെടി സംഘവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മയക്കുവെടി സംഘം പോയ അതേ ദിശയിൽ തന്നെ കുറച്ച് മുൻപിലായി ഈ കടുവ പഴയ ഒരു വീടിന് സമീപം കടുവയുടെ സാന്നിധ്യം ഈ ഡ്രോണിലൂടെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ മയക്കുവെടി സംഘവുമായി ആശയവിനിമയം നടത്തി അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി കൈമാറുന്നുണ്ട്. ആ ഭാഗത്ത് കൃത്യമായി നിന്ന് സുരക്ഷിതമായി മയക്കുവെടി വയ്ക്കാനുള്ള
കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ 4 കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തല്ല, അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് സമീപത്തൊന്നുമല്ല. എന്തായാലും ഒരു വീടിന് സമീപത്താണ് ഇപ്പോൾ ഈ കടുവയുള്ളത്. അവരധികം ദൂരെയല്ല എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. കടുവയെ മയക്കുപിടി വെച്ച് പിടിച്ച് കൂട്ടിലാക്കിയിരിക്കുന്നു എന്ന വാർത്തയിലേക്ക് എത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഡ്രോൺ വിഷ്വൽസ് ആണ്. ആ ഡ്രോൺ വിഷ്വൽസിൽ ഇപ്പോൾ കടുവയെ ഈ സ്ഥലത്ത് നിന്നും തൊട്ടടുത്ത് ഒരു 100-150 മീറ്റർ അപ്പുറത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണുള്ളത്. ഏറെ ആശ്വാസകരമായ വാർത്ത. അവശനിലയിലായിരിക്കാം ഒരുപക്ഷെ കടുവ. അതിനെ മയക്കുപിടി വെച്ച് പിടിക്കേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നന്നായി പണിപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ അവർ കാത്തിരുന്നു, കാവലിരുന്നു. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കടുവയുടെ സാന്നിധ്യം അവിടെ അവർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചു. പക്ഷേ കടുവ മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല, പകൽ വെളിച്ചത്തിൽ അവയെ പിടിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. അവശനിലയിലായതുകൊണ്ട് കടുവ കൊല്ലപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.